പ്രശ്നം മുത്തശ്ശ. അവര് കപിലിന്റെ അച്ഛനെ തല്ലാൻ പോയപ്പോൾ തടുത്തന്നേ ഉള്ളൂ. അച്ഛനടിക്കാൻ വന്ന ആരായാലും ദേഷ്യം വരാതിരിക്കോ മോളെ? അങ്ങനെ പ്രശ്നം നടക്കുമ്പോ എന്തിനാ പോയി കാണുന്നെന്ന് വെച്ചിട്ടായിരിക്കും കൊച്ചച്ഛൻ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആ ചെറുക്കനെ ഇപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറ, ഇവിടുന്ന് സംസാരിക്കാം. സോറി സാർ, അതറിയാതെ നടന്നുപോയൊരു വഴക്കാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നടന്നതാണ്. എന്റെ അച്ഛൻ അടിക്കാൻ വന്നത് അതുകൊണ്ടാണ്. നിന്റെ അച്ഛൻ അടിക്കുക തന്നെ വേണം, അത് തന്നെയാണ് ശരി. എന്തൊക്കെയാ പറയുന്നത്? ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളെയാ ഇന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടത്. അതും മറ്റാരുമല്ല, നിന്റെ അച്ഛനാ. പേര് കമലാകർ അല്ല, ബെറ്റിംഗ് കമലാകർ. എന്റെ അച്ഛനെ കുറിച്ച് സാറിന് ഇങ്ങനെ അറിയാം? എറണാകുളത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ 2000 മുതൽ 2005 വരെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം നാട് വിട്ടുപോയി. അല്ല, അവിടുന്ന് പേടിച്ചോടിയവനാ നിന്റെ അച്ഛൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എങ്ങനെ അറിയാവുന്നതായിരിക്കും? ശ്രീനിവാസ റാവു എന്നൊരാളുണ്ടായിരുന്നു, അറിയോ? അറിയാൻ വഴിയില്ല. എന്റെ ചേട്ടൻ, നിന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട്. ഒരു ദുശീലവുമില്ലാതിരുന്ന എന്റെ ചേട്ടൻ നിന്റെ അച്ഛന് വേണ്ടി ആദ്യമായിട്ട് ബെറ്റിംഗ് ക്ലബിലേക്ക് കാലെടുത്ത് വെച്ചു. കമലാക്കർ, എടാ ചീനു, നീ എന്താടാ ഇവിടെ? ഒരു 5000 തന്നു പ്ലീസ്. വീട്ടിൽ അനിയത്തി കരഞ്ഞോണ്ടിരിക്കാം, നീ കാശൊക്കെ ഇവിടെ തന്നെ കളയുന്നത്ര. എഴുന്നേറ്റ് വാ. എടാ, ഒരു 5000 മാത്രം. ഇത് പോയാ പിന്നെ ഒരിക്കലും കളിക്കില്ല. ഇതെന്റെ മോനാണ് സത്യം. അതേടാ പ്ലീസ്, ഒരു പ്രാവശ്യം. ഇനി ലൈഫിൽ ഒരിക്കലും കളിക്കരുത്. നീയാണ് സത്യം. തീർച്ചയായിട്ടും പ്രോമിസ്. ഇന്നാ ഇത് വെച്ചോ, വേഗം തീർത്തിട്ട് വാ, നമുക്ക് പോവാം. ഇന്ന് 5000 കെട്ടിക്കോ. ഫോറടിക്കണം, ഫോറടിക്കണം, ഫോറടിക്ക്. ഫോറടിച്ചു, അടിച്ചു കേട്ടോ. എടാ, 10000 കിട്ടിയത്. ബാക്കിയുള്ള കയ്യാടാ നിന്റെ. എന്താണ് ഒരു പ്രാവശ്യം വന്നതിന്റെ ലെക്കെന്ന് പറയുന്നത്? നമുക്ക് പോവാം, പാടാ. എടാ, നീ തന്ന 5 ഇപ്പൊ 10 ഈ 10 20 ആയില്ലെങ്കിൽ നിന്റെത് ബാക്കിയുള്ള കയ്യുമല്ല. ഇനി ഞാൻ കളിക്കാനും പോകുന്നില്ല. എന്ത് പറയുന്നു? വേണ്ടടാ, നമുക്ക് പോവാടാ. ഒറ്റ പ്രാവശ്യം. നീയാണ് സത്യം, പ്ലീസ്. നീ കെട്ടിക്കോ, കെട്ടിക്കോ. ഫോറടിക്കണേ. 4 അടിച്ചടാ. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഭാഗ്യമുള്ള കൈയാണെന്ന്. നിന്റെ ഭാഗ്യമൊക്കെ ബെറ്റിങ്ങിലാടാ. കമലാക്ക, ആ 20 വെക്കടാ. 20 കെട്ടിക്കോ. ജലപതി 50,000 ജയിച്ചടാ. അതും കൂടെ ചേർത്ത് 2 ലക്ഷം വെക്ക്. ചേട്ടാ, എന്താടാ മുഖത്തിന് ഭയങ്കര തെളിച്ചം? എടാ, ഇന്ന് ഏതാടാ മാച്ച്? ഇന്ത്യയും ശ്രീലങ്ക എന്നാ തോന്നുന്നു. ശ്രീലങ്കയെ ജയിക്കും. ബെറ്റിങ്ങില് നീ എന്നെ കടത്തി വെട്ടിയല്ലോ. എന്നാ പോവാ. വെറുതെ ഇരിയടാ. ജലപതി 5 ലക്ഷം രൂപ വയ്ക്കടാ. ഞാൻ എന്റെ വീട് എഴുതി തരാം, എടുത്തു. എപ്പോ? ഞാൻ വാങ്ങിയ കടത്തിനും എന്റെ കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. എന്റെ മരണത്തിന് ആരും കാരണക്കാരല്ല. എന്റെ തെറ്റിനെ എന്നോട് ക്ഷമിക്കണം. ശ്രീനിവാസ, പുറത്തേക്ക് വാ. പണം തരുന്നുണ്ടോ ഇല്ലയോ നീ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അത് പൊളിച്ചകത്തേക്ക് വരണോ? ഞാൻ ഇന്ന് കാശ് വാങ്ങാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. ഇറങ്ങി വാടാ.